നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും PSC റാങ്ക് മേക്കേഴ്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 കറണ്ട് അഫയേഴ്സുകളെ കുറിച്ചിട്ടാണ്. 2019 ജനുവരി മാസം കടന്നുപോയിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളും പ്രധാന നിയമനങ്ങളും പ്രധാന മത്സരങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം മുഖവരയില്ലാതെ തന്നെ PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 2019 ജനുവരിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒന്ന് സംഭവങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായി ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് 2019 ജനുവരി മാസം നടന്ന പ്രധാന അപ്പോയിൻമെൻറ്റുകളെ കുറിച്ചിട്ടാണ്, പ്രധാന നിയമനങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് സുധീർ ഭാർഗവ നിയമിതനായി. അപ്പം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? സുധീർ ഭാർഗവ. അടുത്തത് ചെയർമാൻ ഓഫ് ബാർക്ക് ഇന്ത്യ. ബാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചിതമായൊരു പേരായിരിക്കും. ബാർക്ക് റേറ്റിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ബാർക്ക് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റ് ഒന്നാമത് വന്നെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചാനൽ ഒന്നാമത് വന്നതോ ഒക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഈ ബാർക്കിൻ്റെ ഫുൾ ഫോം കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ. എന്താണ് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെയർമാനായി പുനിത് ഗോയങ്ക. ആരാണ്? പുനിത് ഗോയങ്ക നിയമിതനായി. അപ്പോൾ ബാർക്ക് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? പുനിത് ഗോയങ്ക. അടുത്തത് നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷണറായിട്ട് എ ഗീത നിയമിതയായി. എൻട്രൻസ് കമ്മീഷണർ ആരാണ്? പുതിയ എ ഗീത. ഓക്കെ, അടുത്തത് ഇൻഡിഗോ എയർലൈൻസ്. ഇൻഡിഗോ എയർലൈൻസ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. ഇൻഡിഗോ എയർലൈൻസിൻ്റെ ചെയർമാനായിട്ട് ഒരു മലയാളി വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് എം ദാമോദരൻ. ആരാണ്? എം ദാമോദരനാണ് എവിടുത്തെയാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ ചെയർമാനായി നിയമിതനായ പുതിയ ആൾ. ഓക്കെ, അടുത്ത നമ്മുടെ ചീഫ് എക്കണോമിസ്റ്റായിട്ട് ഗീതാ ഗോപിനാഥ് ചാർജ് എടുത്തു. ഓക്കെ, അദ്ദേഹം അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയവരെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കും. ഗീതാ ഗോപിനാഥ് ചാർജ് എടുത്തത് ഈ ജനുവരി മാസത്തിലാണ്. അപ്പം ചീഫ് എക്കണോമിസ്റ്റ് ഓഫ് IMF ആയിട്ട് ആരാണ് ചാർജ് എടുത്തത്? ഗീതാ ഗോപിനാഥ്. അതുപോലെ നമ്മുടെ RBI ഒരു കമ്മിറ്റി കൂടുകയുണ്ടായി, കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എങ്ങനെ മോർ സെക്യൂർ ആക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ RBI ഫോം ചെയ്യുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ ഹെഡ് അല്ലെങ്കിൽ ചെയർമാനായിട്ട് നന്ദൻ നീലകനി നിയമിതനായി. നന്ദൻ നീലകനി നമുക്ക് എല്ലാവർക്കും അറിയാം. മുമ്പ് ആധാർ UIDAI അതിൻ്റെ ചെയർമാനായിരുന്നു നന്ദൻ നീലകനി. അതേപോലെ നമ്മുടെ ഇൻഫോസിസ് എന്ന് പറയുന്ന IT ഭീമൻ്റെ ഫൗണ്ടറും കൂടിയാണ് നന്ദൻ നീലകനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുതിയ റോൾ എന്താണ്? RBI ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അതിൻ്റെ ഹെഡാണ്. ഓക്കെ, അടുത്ത വെനിസുലയുടെ പ്രസിഡൻ്റായിട്ട് നിക്കോളാസ് മഡുറോ. ഓക്കെ, നിക്കോളാസ് മഡുറോയെ വീണ്ടും വെനിസുലയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാന് പുതിയൊരു ചീഫ് ജസ്റ്റിസിനെ കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആസിഫ് സയ്യിദ് ഖോസ. എന്താണ് പേര്? ആസിഫ് സയ്യിദ് ഖോസയാണ് ന്യൂ ചീഫ് ജസ്റ്റിസ് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ആസിഫ് സയ്യിദ് ഖോസ. ഓക്കെ, അതുപോലെ നമ്മുടെ ആന്ധ്രാപ്രദേശിനെ ഡിവൈഡ് ചെയ്ത് തെലങ്കാന ഉണ്ടാക്കി. തെലങ്കാനയിൽ ഹൈക്കോടതി നിലവിൽ വന്നിരിക്കുകയാണ്. തെലങ്കാന ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഒരു മലയാളിയാണ്. അത് പഠിച്ചു വയ്ക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തോട്ടത്തിൽ B രാധാകൃഷ്ണനാണ്. ആരാണ്? തോട്ടത്തിൽ B രാധാകൃഷ്ണനാണ് തെലങ്കാനയിലെ ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം മലയാളി ആയതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ ആദ്യത്തെ സിവിൽ ജഡ്ജായി നിയമിതയായ ഹിന്ദു വനിത. ഓക്കെ, ഹിന്ദു വനിത ആരാണെന്ന് ചോദിച്ചാൽ സുമൻ കുമാരിയാണ്. അടുത്തിടയ്ക്ക് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ്. പാകിസ്ഥാനിലെ കോടതിയിൽ ഒരു സിവിൽ ജഡ്ജായി നിയമിതയായ ആദ്യ ഹിന്ദു വനിത ആരാണ്? സുമൻ കുമാരി. ഓക്കെ, അടുത്ത ബ്രസീലിൻ്റെ പ്രസിഡൻ്റായിട്ട് ജെയർ ബോൾസൊനാരോ. ആരാണ്? ജെയർ ബോൾസൊനാരോ. ഓക്കെ, ജെയർ ബോൾസൊനാരോ നിയമിതനായി. ഓക്കെ, ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൾസൊനാരോ. അതുപോലെ ബംഗ്ലാദേശിലും തെരഞ്ഞെടുപ്പ് നടന്നുകയുണ്ടായി. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നു. ഷെയ്ഖ് ഹസീന പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് നിയമിതയായി. ഓക്കെ, അവിടെ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഷെയ്ഖ് ഹസീന റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയുടെ പേര് അവാമി ലീഗ് എന്നാണ്. എന്താണ്? അവാമി ലീഗ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതൊന്നുകൂടെ പഠിക്കുക. അപ്പോൾ ഷെയ്ഖ് ഹസീൻ്റെ പാർട്ടിയുടെ പേരെന്താണ്? അവാമി ലീഗ്. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന
ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. തെഹരി ഇ ഇൻസാഫ് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ ഇതും പഠിച്ചു വയ്ക്കുക, അവാമി ലീഗ്. ഓക്കെ, അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട വെന്യൂസ് നോക്കാം. വേദികൾ, പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടന്ന വേദികളെ കുറിച്ചിട്ടാണ് അടുത്ത്. മത്സരങ്ങൾ മാത്രമല്ല, പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് എല്ലാം നടന്ന വേദികളെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ 2022 G20 സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ച് നടക്കാൻ തീരുമാനിച്ചു. അപ്പം 2022 G20 സമ്മിറ്റ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിന് തീരുമാനമായത് ഈ ജനുവരി മാസത്തിലാണ്. അതുപോലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 നടക്കുന്നത് പൂനെയിൽ വെച്ചിട്ടാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ചിട്ടാണ് 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത്. പ്രവാസി ഭാരതീയ ദിവസം വാരണാസിയിൽ വെച്ച് നടന്നു. പ്രവാസി ഭാരതീയ ദിവസമായി നമ്മൾ സാധാരണ ആഘോഷിക്കുന്നത് ജനുവരി മാസം 9-ാം തീയതിയാണ്. ഓക്കെ, ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മളുടെ ഭാരതീയർ മറ്റ് രാജ്യങ്ങളിൽ നടത്തുന്ന വിശിഷ്ട സേവനങ്ങൾക്ക് ഉള്ളൊരു അവരെ ഒന്ന് ആദരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ പ്രവാസി ഭാരതീയ ദിവസം ആഘോഷിക്കുന്നത്. അത് സാധാരണ ജനുവരി 9-നാണ് നടക്കുന്നത്. ഈ വട്ടം നടന്നത് വാരണാസിയിലാണ്. എവിടെ വെച്ചിട്ടാണ്? വാരണാസിയിൽ വെച്ചിട്ട്. ഓക്കെ, അതേപോലെ ഇന്ത്യയുടെ ഫസ്റ്റ് ഫിലിം മ്യൂസിയം നമ്മുടെ ബോളിവുഡ് സിറ്റി അല്ലെങ്കിൽ മുംബൈയിൽ നിലവിൽ വന്നു. മുംബൈയിലാണ് ഏത് നിലവിൽ വന്നത്? ഫസ്റ്റ് ഫിലിം മ്യൂസിയം എവിടെയാണ് ഓപ്പൺ ആയത്? മുംബൈയിലാണ് ആദ്യത്തെ ഫിലിം മ്യൂസിയം ഓപ്പൺ ആയത്, ബോളിവുഡ് സിറ്റി. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞത് പാർട്ണർഷിപ്പ് സമ്മിറ്റ് 2019 മുംബൈ തന്നെ നടന്നു. അപ്പോൾ മുംബൈയിൽ ഫസ്റ്റ് ഫിലിം മ്യൂസിയം നടന്നു, ഫിലിം മ്യൂസിയം ഓപ്പണായി. അതേപോലെ പാർട്ണർഷിപ്പ് സമ്മിറ്റ് 2019 നടന്നതും മുംബൈയിലാണ്. അതേപോലെ ഇന്ത്യൻ പെയിൻറ്റ് കോൺഫറൻസ് 29ാമത്, അത് ബൈനിയൽ 2 വർഷത്തിലൊരിക്കൽ നടത്തുന്നതാണ്. അത് 29ാമത് ഇന്ത്യൻ പെയിൻറ്റ് കോൺഫറൻസ് ആഗ്രയിൽ വെച്ച് നടന്നു. എവിടെ വെച്ചിട്ടാണ്? ആഗ്രയിൽ വെച്ചിട്ടാണ് 29ാമത്തെ ഇന്ത്യൻ പെയിൻറ്റ് കോൺഫറൻസ് നടന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഗ്ലോബൽ ഏവിയേഷൻ സമ്മിറ്റ് മുംബൈയിൽ വെച്ച് നടന്നു. അപ്പോൾ ഫസ്റ്റ് ഗ്ലോബൽ ഏവിയേഷൻ സമ്മിറ്റ് എവിടെ വെച്ചാണ് നടന്നത്? മുംബൈയിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, ഇപ്പം ഒരുപാട് പേര് ഫ്ലൈറ്റിനെയൊക്കെ ആശ്രയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ഒരു ഏവിയേഷൻ സമ്മിറ്റൊക്കെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അത് ആദ്യമായി നടന്നത് മുംബൈയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ GHS അല്ലെങ്കിൽ ഗ്ലോബൽ ഹെൽത്ത് കെയർ സമ്മിറ്റ് 2019 നടന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. അപ്പം ഗ്ലോബൽ ഹെൽത്ത് കെയർ സമ്മിറ്റ് 2019 ഹൈദരാബാദിൽ വെച്ച് നടന്നില്ല, നടക്കാൻ പോവുകയാണ്. ഓക്കെ, വിൽ ബി ഹെൽഡ് ഇൻ ഹൈദരാബാദ്. അതുപോലെ നമുക്ക് 106ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നു പഞ്ചാബിൽ വെച്ചിട്ടാണ്. പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, അവിടെ വെച്ചിട്ടാണ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ 106ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആണ് നടന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ കേരളത്തിൽ വെച്ച് ഒരു ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്നാണെന്നുള്ളത്? 2010ലാണ്. ഓക്കെ, 97th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആണ് നടന്നത്. അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അത് കേരള യൂണിവേഴ്സിറ്റിയാണ് അത് ഹോസ്റ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത നമുക്ക് അവാർഡുകൾ. ഈ 2019 ജനുവരി മാസത്തിൽ പല പ്രമുഖർക്കും ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടുകയുണ്ടായി. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഹരിവരാസനം അവാർഡ് പി സുശീലയ്ക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഹരിവരാസനം അവാർഡ് ആർക്കാണ് ലഭിച്ചത്? പി സുശീലയ്ക്ക് നൽകി, 2019 നൽകി. ഓക്കെ, അടുത്ത മാതൃഭൂമി ലിറ്റററി അവാർഡ് 2018 കിട്ടിയത് NS മാധവനാണ്. അപ്പം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലിറ്റററി അവാർഡ് 2018 ആർക്കാണ് കിട്ടിയത്? NS മാധവനാണ്. ഓക്കെ, അടുത്ത ഇൻഫോസിസിൻ്റെ 2018 ഫിസിക്കൽ സയൻസിന് നൽകുന്ന അവാർഡ് ഒരു മലയാളിക്കാണ് കിട്ടിയത്, പ്രൊഫസർ SK സതീഷ്. ആർക്കാണ്? പ്രൊഫസർ SK സതീഷിനാണ് 2018 ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻഫോസിസ് കൊടുത്ത അവാർഡ് കിട്ടിയത്. ഓക്കെ, അതേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നമ്മുടെ എഴുത്തുകാരിയായ M ലീലാവതിക്ക് ലഭിക്കുകയുണ്ടായി. ഓക്കെ, അത് ഒരു ട്രാൻസ്ലേഷനാണ് ലഭിച്ചത്. ശ്രീമദ് വാൽമീകി രാമായണം എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തതിനാണ് M ലീലാവതിക്ക് 2018 എന്ത് കിട്ടിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഓക്കെ, അപ്പം ഈ വട്ടത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ്? മലയാളത്തിൽ M ലീലാവതിക്കാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകം മറക്കാതെ പഠിക്കുക, ശ്രീമദ് വാൽമീകി രാമായണം. എന്താണ്? ശ്രീമദ് വാൽമീകി രാമായണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ നമ്മളുടെ മലയാളത്തിലേക്കുള്ള ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിലേക്കുള്ള കോൺട്രിബ്യൂഷന് പ്രസിഡന്റ് നടക്കുന്ന ശ്രേഷ്ഠ ഭാഷാ അവാർഡ് അത് ആദ്യമായി കിട്ടിയത് ഡോക്ടർ VR പ്രബോധചന്ദ്രനാണ്. ആർക്കാണ്? ഡോക്ടർ VR പ്രബോധചന്ദ്രനാണ് മലയാള ഭാഷയിലേക്കുള്ള
മലയാള ഭാഷയിലേക്ക് ഉള്ള കോൺട്രിബ്യൂഷന് വേണ്ടി നൽകുന്ന ആദ്യ അവാർഡായ ശ്രേഷ്ഠ ഭാഷ അവാർഡ് കിട്ടിയത്. ഓക്കെ. അതേപോലെ ഗവൺമെൻറ് ഓഫ് കേരള നൽകുന്ന നിശാഗാന്ധി അവാർഡ് ഈ വട്ടം കിട്ടിയത് കലാമണ്ഡലം ക്ഷേമാക്ഷിക്കാണ്. മോഹിനിയാട്ട കലാകാരിയായ കലാമണ്ഡലം ക്ഷേമാക്ഷിക്കാണ് ഈ വട്ടത്തെ നിശാഗന്ധി അവാർഡ് 2019 കിട്ടിയത്. അതേപോലെ നമ്മളുടെ പ്രവാസി ഭാരതീയ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞു, ജനുവരി 9 ആഘോഷിക്കുന്ന പ്രവാസി ഭാരതീയ ദിവസം. ഓക്കെ, അതിൽ ഈ വട്ടം ഒരു ഇന്ത്യൻ അമേരിക്കൻ എക്കണോമിസ്റ്റിന് ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. ഓക്കെ, അത് മറ്റാരുമല്ല, നമ്മുടെ IMFൻ്റെ ചീഫ് എക്കണോമിസ്റ്റായ മലയാളിയായ ഗീതാ ഗോപിനാഥിനാണ് നമുക്ക് എന്താണ് കിട്ടിയത്? ഇന്ത്യൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് റിസീവ് പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ്. ഓക്കെ, മലയാളിയും കൂടാണ്. ആരാണ്? ഗീത ഗോപിനാഥാണ്. അതേപോലെ ആദ്യത്തെ ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലഭിക്കുകയുണ്ടായി. ഈ ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് ആദ്യമായി ഫസ്റ്റ് ടൈമിൽ കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിക്കാണ്. ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. അതേപോലെ മറ്റൊരെണ്ണമുണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ്. അത് മറന്നു പോകരുത്. ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോണിനും നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുമാണ് ആ അവാർഡ് ലഭിച്ചത്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഈ വട്ടം ജനുവരി 26 റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ച് നമ്മുടെ പത്മ പുരസ്കാരങ്ങളും അതുപോലെ ഭാരതരത്നയ്ക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകൾ നമുക്ക് പരീക്ഷയ്ക്ക് പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള അവാർഡുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഭാരതരത്ന 3 പേർക്കാണ് ലഭിച്ചത്. നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന പ്രണബ് മുഖർജിക്കും പിന്നെ 2 പേർ കൂടെ ഉണ്ട്. ആർക്കാണ്? നാനാജി ദേശ്മുഖിനും ഭൂപൻ ഹസാരികയ്ക്കും. അപ്പം 3 പേർക്കാണ് ലഭിച്ചത്. ആരൊക്കെയാണ്? പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക. ഓക്കെ, അവർക്ക് 3 പേർക്കും ഭാരതരത്ന അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇനി നമുക്ക് പത്മഭൂഷൺ ഒരുപാട് പേർക്ക് ലഭിച്ചു. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളികൾ 2 പേർക്ക് ലഭിച്ചു. ഒന്ന് നമ്മളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് നമ്മൾ പറയുന്ന മോഹൻലാലിനും പിന്നെ നമ്മുടെ ISROയുടെ മുൻ ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണനും. ഓക്കെ, ഇവർക്ക് 2 പേർക്കുമാണ് 2019 പത്മഭൂഷൺ നേടിയ മലയാളത്തിൽ നിന്ന് പത്മഭൂഷൺ നേടിയവർ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡറിന് പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. അത് തമിഴ്നാട്ടിൽ നിന്നുള്ള നർത്തകി നടരാജാണ്. ആരാണ്? നർത്തകി നടരാജന് എന്താണ് കൊടുത്തത്? പത്മശ്രീ കൊടുത്തു. ആദ്യമായി പത്മശ്രീ ലഭിക്കുന്ന ട്രാൻസ്ജെൻഡർ ആരാണെന്ന് ചോദിച്ചാൽ നർത്തകി നടരാജാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ 76ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും നല്ല ചിത്രം, ഡ്രാമ കാറ്റഗറിയിലുള്ള ഏറ്റവും നല്ല ചിത്രമായിട്ട് ബൊഹീമിയൻ റാപ്സോഡി. ഓക്കെ, അപ്പം ബൊഹീമിയൻ റാപ്സോഡി ഏറ്റവും നല്ല ചിത്രം, ഡ്രാമ കാറ്റഗറിയിലുള്ള ഏറ്റവും നല്ല ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ പേരെന്നോർക്കുക, ബൊഹീമിയൻ റാപ്സോഡി. അതേപോലെ നമ്മുടെ മ്യൂസിക് ആൻഡ് കോമഡി കാറ്റഗറിയിലുള്ള ഏറ്റവും നല്ല ചിത്രമായിട്ട് ഗ്രീൻ ബുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം മ്യൂസിക് ആൻഡ് കോമഡി കാറ്റഗറിയിലുള്ള ഏറ്റവും നല്ല ചിത്രം ഏതാണ്? ഗ്രീൻ ബുക്ക്. ഡ്രാമയാണെങ്കിൽ ബൊഹീമിയൻ റാപ്സോഡി. അതേപോലെ ബെസ്റ്റ് ആക്ടറായിട്ട് റാമി മാലെക്. അപ്പം റാമി മാലെക് ഏറ്റവും നല്ല ആക്ടറായിട്ട് ഡ്രാമ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് ബൊഹീമിയൻ റാപ്സോഡി എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിനാണ് ബെസ്റ്റ് ആക്ടർ പുരസ്കാരം കിട്ടിയത്. ഇനി ബെസ്റ്റ് ആക്ടർ മ്യൂസിക് ആൻഡ് കോമഡി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ക്രിസ്ത്യൻ ബെയിലിന് കിട്ടി. അദ്ദേഹത്തിൻ്റെ വൈസ് എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് കിട്ടിയിരുന്നത്. എന്താണ് ചിത്രത്തിൻ്റെ പേര്? വൈസ്. ആളുടെ പേരെന്താണ്? ക്രിസ്ത്യൻ ബെയിൽ. ക്രിസ്ത്യൻ ബെയിലിന് മ്യൂസിക് ഓർ കോമഡി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ബെസ്റ്റ് ആക്ടർ പുരസ്കാരം കിട്ടുകയുണ്ടായി. ഇനി ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് ഡ്രാമ കാറ്റഗറിയിൽ ഗ്ലെൻ ക്ലോസിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ദ വൈഫ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിനാണ് ഗ്ലെൻ ക്ലോസിന് ഡ്രാമ കാറ്റഗറിയിലുള്ള ബെസ്റ്റ് ആക്ട്രസ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയിലുള്ള ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് ഒലീവിയ കോൾമാനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ദ ഫേവറേറ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഒലീവിയ കോൾമാനെ ബെസ്റ്റ് ആക്ട്രസ്സായി മ്യൂസിക്കൽ ഓർ കോമഡി എന്ന് പറയുന്ന കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ ഒന്നുകൂടെ ഉണ്ട്, ബെസ്റ്റ് ഡയറക്ടറായിട്ട് അൽഫോൺസോ ക്യുറാൻ. ആരാണ്? അൽഫോൺസോ ക്യുറാനെ തിരഞ്ഞെടുക്കപ്പെട്ടു. റോമ എന്ന് പറയുന്ന ചിത്രത്തിലെ ഡയറക്ഷനാണ് അദ്ദേഹം ബെസ്റ്റ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പം 76ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് സ്പോർട്സിലോട്ട് പോകാം. സ്പോർട്സിലും ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യ കൈവരിച്ച ഒരു വർഷമാണിത്.
ഓക്കെ, അപ്പം ഒരു വർഷമല്ല, ഒരു മാസമാണത്. ഓക്കെ, അപ്പോൾ ആദ്യമായി നമുക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ ഒന്ന് നോക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ നമ്മളുടെ സാധാരണ ജനുവരി പകുതിയോട് കൂടിയാണ് തുടങ്ങുന്നത്. ഈ വട്ടത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞിരിക്കുകയാണ്. അതിലെ നമുക്ക് വിജയികളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. വുമൺ സിംഗിൾസിൽ നവോമി ഒസാക്ക, ജപ്പാൻകാരിയായ നവോമി ഒസാക്ക ഈ വട്ടം വുമൺ സിംഗിൾസ് ടൈറ്റിൽ നേടി. അപ്പോൾ വുമൺ സിംഗിൾസ് ടൈറ്റിൽ നേടിയതാരാണ്? നവോമി ഒസാക്ക. അടുത്ത മെൻ സിംഗിൾസ് ടൈറ്റിലാണെങ്കിൽ നൊവാക് ദോക്കോവിച്ച് കരസ്ഥമാക്കി. സെർബിയൻ പ്ലെയറായ നൊവാക് ദോക്കോവിച്ച് മെയിൻ സിംഗിൾസ് ടൈറ്റിൽ കരസ്ഥമാക്കി. ഇനി അടുത്ത് നമുക്ക് വുമൺ ഡബിൾസ് നോക്കാം. വുമൺ ഡബിൾസ് കരസ്ഥമാക്കിയത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള സാമന്ത സ്ട്രോസ്റ്റർ. അപ്പം സാമന്ത സ്റ്റോസറും പിന്നെ ആരാണ്? ചൈനയിൽ നിന്നുള്ള സ്യാങ് ഷുവായ്. ആരാണ്? സ്യാങ് ഷുവായ്. ഓക്കെ, അപ്പം സാമന്ത സ്റ്റോസർ ഓസ്ട്രേലിയൻ കളിക്കാരി, സ്യാങ് ഷുവായ് ചൈന പ്ലെയർ. ഓക്കെ, അപ്പോൾ ചൈനയിൽ നിന്നുള്ള സ്യാങ് ഷുവായും ഓസ്ട്രേലിയയിൽ നിന്നുള്ള സാമന്ത സ്റ്റോസറുമാണ് 2019 ഓസ്ട്രേലിയൻ ഓപ്പണിൽ വുമൺ ഡബിൾസ് കരസ്ഥമാക്കിയത്. ഇനി മെൻ ഡബിൾസ് കരസ്ഥമാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഫ്രാൻസിൽ നിന്നുള്ളവരാണ് രണ്ടുപേരും, പിയറി ഹെർബർട്ടും നിക്കോളാസ് മാഹട്ടും. ഓക്കെ, അപ്പം പിയറി ഹെർബർട്ടും നിക്കോളാസ് മാഹട്ടും ചേർന്നിട്ടാണ് 2019 ഓസ്ട്രേലിയൻ ഓപ്പണിലെ മെൻ ഡബിൾസ് കരസ്ഥമാക്കിയത്. ഇനി നമുക്ക് മിക്സഡ് ഡബിൾസും കൂടെ ഉണ്ട്. മിക്സഡ് ഡബിൾസ് കരസ്ഥമാക്കിയതെന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ബാബറോ കെജ്രിക്കോവ. ഓക്കെ, ബാബറോ കെജ്രിക്കോവയും നമ്മുടെ US നിന്നുള്ള രാജീവ് റാമും ചേർന്നുള്ള സഖ്യമാണ്. അപ്പം ബാർബറ കെജ്രിക്കോവയും പിന്നെ ആരാണ്? രാജീവ് റാമും. അപ്പം ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ആളാണ് ബാർബറ കെജ്രിക്കോവ എന്ന് പറയുന്നത്. US നിന്നുള്ള ആളാണ് രാജീവ് റാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഇഷ്ടംപോലെ അവാർഡുകൾ ഇന്ത്യയിലും ഒക്കെ കിട്ടിയുണ്ടായി. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇന്തോനേഷ്യൻ മാസ്റ്റർ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് വുമൺ സിംഗിൾസ് കരസ്ഥമാക്കിയത് നമ്മുടെ സൈന നെഹ്വാളാണ്. ഓക്കെ, അപ്പം ഇന്തോനേഷ്യൻ മാസ്റ്റർ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിലെ വുമൺ സിംഗിൾസ് കരസ്ഥമാക്കിയത് ആരാണ്? സൈന നെഹ്വാളാണ്, മറന്നുപോകരുത്. അടുത്ത നമ്മളുടെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, സെക്കൻഡ് ഹയസ്റ്റ് ഇൻ്റർനാഷണൽ ഗോൾ സ്കോറർ. ഇപ്പം കളിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്റ്റീവ് പ്ലെയേഴ്സ് ആയിട്ടുള്ളവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൽ 2ാം സ്ഥാനം നമ്മുടെ ഫുട്ബോൾ ക്യാപ്റ്റനായ സുനിൽ ഛേത്രിയുടെ പേരിലാണ്. ഓക്കെ, ലയണൽ മെസ്സിയെ അദ്ദേഹം മറികടന്നിരിക്കുകയാണ്. ഇപ്പോൾ 2ാം സ്ഥാനം ആരുടെ പേരിലാണ്? സുനിൽ ഛേത്രിയുടെ പേരിലാണ്. അപ്പം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റുകൾ നേടിയത്, വൺ ഡേ ഇൻ്റർനാഷണലിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റുകൾ നേടിയ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ബഹുമതി മുഹമ്മദ് ഷമിയുടെ പേരിലായി. 56 ഏകദിനത്തിൽ നിന്നാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഇതിനു മുന്നേ ഇത് നമ്മുടെ ബൗളറായിരുന്ന ഇർഫാൻ പത്താൻ്റെ പേരിലായിരുന്നു. ഓക്കെ, ഇർഫാൻ പത്താൻ 59 ഏകദിനങ്ങളിൽ നിന്നായിരുന്നു ഈ നേട്ടം കൈവരിച്ചിരുന്നത്. ഇർഫാൻ പത്താൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ അത് മുഹമ്മദ് ഷമിയുടെ കൈകളിൽ വന്നു ചേർന്നിരിക്കുകയാണ്. 56 ഏകദിനത്തിൽ നിന്നും 100 വിക്കറ്റ് എന്ന് പറയുന്ന നേട്ടം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ഒരു ഏകദിനമല്ല, ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ ഫേസ് ചെയ്തുള്ള താരമായി ചേതേശ്വർ പൂജാര. അപ്പോൾ ചേതേശ്വർ പൂജാരയാണ് ഏറ്റവും കൂടുതൽ ബാളുകൾ ഫേസ് ചെയ്തത്. ഒരു ഓസ്ട്രേലിയക്കെതിരെയുള്ള ഒരു ടെസ്റ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ ബാളുകൾ ഫേസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചേതേശ്വർ പൂജാരയാണ്. ഓക്കെ, മുന്നേ ഇത് രാഹുൽ ദ്രാവിഡിൻ്റെ പേരിലായിരുന്നു. ഇപ്പോൾ ചേതേശ്വർ പൂജാരയുടെ പേരിലാണ് 1200-ലധികം ബാളുകളാണ് അദ്ദേഹം ഫേസ് ചെയ്തത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വിദേശത്തല്ല ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് സീരീസ് നേടുന്ന ആദ്യ ഏഷ്യൻ രാജ്യം എന്ന് പറയുന്ന ബഹുമതി ഇന്ത്യക്ക് സ്വന്തമാണ്. ഓക്കെ, ഈ കഴിഞ്ഞ ഇതിലായിരുന്നു 150ാമത് ഏകദിനം ഇന്ത്യ ഏത് രാജ്യത്തിനോടുകൂടി 150ാമത് ടെസ്റ്റ് സീരീസ് ഇന്ത്യ വിജയിച്ചത് ഏത് രാജ്യത്തിനെതിരെയാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏത് രാജ്യത്തിനെതിരെയാണ്? ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യ 150ാമത് ടെസ്റ്റ് വിജയിച്ചത്. ആ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസിൻ്റെ ഭാഗമായിരുന്നു. ആ സീരീസും ഇന്ത്യ വിജയിക്കുകയുണ്ടായി. അതിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഏഷ്യൻ ടീം ടു വിൻ എ ടെസ്റ്റ് സീരീസ് ഇൻ ഓസ്ട്രേലിയ എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഓക്കെ, ഏഷ്യൻ രാജ്യങ്ങളായ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാനുണ്ട്, ശ്രീലങ്കയുണ്ട്. ഇതെല്ലാം ക്രിക്കറ്റ് ഉള്ള രാജ്യങ്ങളാണ്. അവർക്കൊന്നും നേടാൻ കഴിയാത്ത ഒരു വലിയ നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 67ാമത് സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുകയുണ്ടായി. അതിൽ മെൻസ് പുരുഷ വിഭാഗത്തിൽ കർണാടക ജേതാക്കളായി. തമിഴ്നാടിനെയാണ് കർണാടക തോൽപ്പിച്ചത്. അതിൻ്റെ ഫീമെയിൽ അല്ലെങ്കിൽ വുമൺ വിഭാഗത്തിലെ ജേതാക്കൾ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം അത് കേരളയാണ്. കേരള തോൽപ്പിച്ചത് റെയിൽവേ ടീമിനെയാണ്. ഓക്കെ, റെയിൽവേ ടീമിനെ തോൽപ്പിച്ച് കേരളയാണ് 67ാമത് സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ വുമൻസ് കാറ്റഗറിയിൽ. ഓക്കെ, അടുത്ത ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. ജനറലായിട്ട് പഠിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ചൈനീസ് മാർക്കറ്റിൽ നിന്നും
പൈസ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോണ്ട് ഇറക്കുകയുണ്ടായി. ആ ബോണ്ടിൻ്റെ പേരാണ് പാണ്ട ബോണ്ട്. എന്താ പേര്? പാണ്ട ബോണ്ട് എന്നാണ്. മറ്റേ ചൈനീസ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്, ചൈനീസ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും പൈസ സ്വരൂപിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഇറക്കിയ ബോണ്ടിൻ്റെ പേര്. ഓക്കെ. ഇനി വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സ്കീം നടപ്പിലാക്കിയുണ്ടായി. കൃഷക് ബന്ധു സ്കീം. അതിൻ്റെ പേരെന്താണ്? കൃഷക് ബന്ധു സ്കീം എന്നാണ് ഈ സ്കീമിൻ്റെ പേര്. പശ്ചിമ ബംഗാളിൽ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പുതുതായി കൊണ്ടുവരുന്ന സ്കീമിൻ്റെ പേര് ചോദിക്കാം. കൃഷക് ബന്ധു സ്കീം. അതുപോലെ മുന്നോക്ക വിഭാഗത്തിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓപ്പൺ കാറ്റഗറിയിലുള്ളവർക്ക്, അതിലെ എക്കണോമിക്കലി വീക്കർ ആയവർക്ക് 10% റിസർവേഷൻ കൊടുക്കുന്ന ഒരു ബില്ല് പാസ്സാക്കിയുണ്ടായി. ആ ബില്ല് എത്രാമത്തെ അമെൻമെൻ്റ് ആണെന്ന് ചോദിച്ചാൽ 124th അമെൻമെൻ്റ് ആണ്. ഓക്കെ, 124ാമത്തെ അമെൻമെൻ്റ് ആണ്. അതും ഈ കഴിഞ്ഞ മാസം ജനുവരി 2019 പാസ്സാക്കിയത്. ഓക്കെ. അതുപോലെ 1 ഫാമിലി 1 ജോബ്, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി. ഓക്കെ, അത് സർക്കാർ ജോലി എന്നാണ് അവരുടെ ഇതിൽ പറയുന്നത്. അത് ആ സ്കീം ലോഞ്ച് ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിക്കിമാണ്. ഓക്കെ, 1 ഫാമിലി 1 ജോബ് സ്കീം ലോഞ്ച് ചെയ്ത സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. അതേപോലെ തന്നെ 2020 വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചറായിട്ട് യുനെസ്കോ അനൗൺസ് ചെയ്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ റിയോ ഡി ജനീറോ ആണ്. ഓക്കെ, റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് നമ്മളുടെ 2020 വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചറായിട്ട് യുനെസ്കോ അനൗൺസ് ചെയ്തത്. ഓക്കെ, റിയോ ഡി ജനീറോ നമുക്ക് പരിചിതമായ സ്ഥലം തന്നെയാണ് അല്ലേ? ഫുട്ബോൾ നമ്മൾ കണ്ടതാണ് അവിടെ അല്ലേ? അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ക്രൂഡ് സ്റ്റീലുണ്ട്. ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷന് ഇന്ത്യ 2ാം സ്ഥാനമെത്തി. ഓക്കെ, ഇപ്പം 2nd പ്ലേസിൽ ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യയാണ്. ജപ്പാനെ പിന്തള്ളിയാണ് ഇന്ത്യ എത്രാം സ്ഥാനത്ത് എത്തിയത്? 2ാം സ്ഥാനത്ത് എത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറിൻ്റെയും പിന്നെ നമ്മുടെ ബുദ്ധനും അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ ഒരു തീവണ്ടി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആ തീവണ്ടിയുടെ പേര് ഓർത്തു വയ്ക്കുക, സാമന്ത എക്സ്പ്രസ് എന്നാണ്. അപ്പം ട്രെയിൻ കവറിംഗ് പ്രൊമിനൻറ്റ് പ്ലേസസ് അസോസിയേറ്റഡ് വിത്ത് അംബേദ്കർ ആൻഡ് ബുദ്ധ ഏതെന്ന് ചോദിച്ചാൽ സാമന്ത എക്സ്പ്രസ് ആണ്. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ AIL BTech കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യയിൽ ആദ്യമായി. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ IIT ഹൈദരാബാദാണ്. അപ്പം ഹൈദരാബാദ് IITയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ, നിർമ്മിത ബുദ്ധിയിൽ ഒരു BTech കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ 2019 റിപ്പബ്ലിക് ഡേയിൽ ഇന്ത്യയുടെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ സിറിൽ റമഫോസയാണ്. ആരാണ്? സിറിൽ റമഫോസ. സിറിൽ റമഫോസ ആരാണ്? സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റാണ്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റായ സിറിൽ റമഫോസയായിരുന്നു 2019 റിപ്പബ്ലിക് ഡേയിലെ ഇന്ത്യയുടെ ചീഫ് ഗസ്റ്റ്. നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത് ആരെയായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റിനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹം ചില സാങ്കേതിക കാരണങ്ങളാൽ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് നമ്മൾ ആരെ പരിഗണിച്ചത്? സിറിൽ റമഫോസയെ പരിഗണിച്ചത്. ഓക്കെ, അപ്പോൾ ട്രംപിന് പകരം പിന്നെ വന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സിറിൽ റമഫോസയാണ്. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ലോക്കൽ ബോഡിയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണം എന്നൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്ത് എടുത്തു കളഞ്ഞ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഓക്കെ, അപ്പം ലോക്കൽ ബോഡിയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന നിയമം ഉണ്ടായിരുന്നത് അടുത്തിടെ എടുത്തു കളഞ്ഞ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. അതേപോലെ നമ്മുടെ 124ാമത് അമെൻമെൻറ്റ്, നമ്മളുടെ 10% റിസർവേഷൻ്റെ കേസ് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ അത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് അല്ലെങ്കിൽ പ്രസിഡന്റ് അസന്റ് കിട്ടിയത് എന്നാന്ന് ചോദിച്ചാൽ 12 ജനുവരി 2019 അപ്പം 12th Jan 2019 പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയത്. അടുത്തതെന്ന് പറഞ്ഞാൽ അഗസ്ത്യാർ കൂടത്തിലേക്ക് ആദ്യമായി ഒരു വനിത എത്തിയിരിക്കുകയാണ്. അപ്പോൾ അഗസ്ത്യാർ കൂടത്തിലേക്ക് ട്രെക്ക് ചെയ്ത ആദ്യ വനിതയുടെ പേരാണ് കെ ധന്യ സനൽ. ഓക്കെ, ഒരു ഡിഫൻസ് സ്പോക്ക് പേഴ്സൺ ആണ് ധന്യ സനൽ. അപ്പം അവരാണ് അഗസ്ത്യാർ കൂടത്തിലേക്ക് ആദ്യമായി എത്തിയ വനിത എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ നമ്മളുടെ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ 2019 ആഘോഷിച്ചു. അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ടുമാറോ. ഓക്കെ, അപ്പം നമ്മുടെ എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ടുമാറോ എന്നാണ് നമ്മുടെ 2019 ഗേൾ ചൈൽഡ് ഡേയുടെ തീം. എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ടുമാറോ. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ എന്നിട്ട് നാട് വിടുന്നവർക്കെതിരെ ഒരു നിയമം പാസ്സാക്കി, ഒരു ആൻറ്റി ഫ്രോഡ് ലോ പാസ്സാക്കി. ആ നിയമപ്രകാരം ആദ്യമായിട്ട് ഒരു ചാർജ് ഷീറ്റ് ആരുടെ പേരിലാണ് എഴുതിപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കിൻഫിഷറിൻ്റെ മേധാവിയായ വിജയ് മല്യയുടെ പേരിലാണ്. ഓക്കെ, വിജയ് മല്യ
$9,000 കോടി വെട്ടിച്ച് ഇപ്പം UK താമസിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം വിജയ് മല്യയുടെ പേരിലാണ് ആദ്യമായി ആ സാമ്പത്തിക കുറ്റാരോപണം നേരിടുന്നവർക്ക് എതിരെയുള്ള പുതിയ നിയമം ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2018 ഹിന്ദി വേർഡായിട്ട് തിരഞ്ഞെടുത്തത് നാരീശക്തി എന്ന് പറഞ്ഞ വേർഡാണ്. അപ്പം നാരീശക്തി, ഓക്കെ, എംപവറിങ് വുമൺ, ഓക്കെ, നാരീശക്തി. അപ്പോൾ എംപവറിങ് വുമൺ നമ്മൾ തൊട്ടുമുമ്പേ കേട്ടതാണ്. ഓക്കെ, അപ്പം നാരീശക്തി എന്ന് പറഞ്ഞ വേർഡാണ് 2018 ഹിന്ദി വേർഡായിട്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ഈ 2019 യുനെസ്കോ ആഘോഷിക്കുന്നതെന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സ് ആയിട്ടാണ്. ഓക്കെ, പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചതിൻ്റെ 150ാം വാർഷികമാണ് 2019. അതുകൊണ്ടാണ് യുനെസ്കോ 2019 എന്തായിട്ട് ആഘോഷിക്കുന്നത്? പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻ്റ് ആയിട്ട്. UN എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? ഇൻഡിഗോസ് ലാംഗ്വേജസ്. ഓക്കെ, അപ്പം ഇയർ ഫോർ ഇൻഡിഗോസ് ലാംഗ്വേജ് ആയിട്ടാണ് ആഘോഷിക്കുന്നത് UN. ഓക്കെ, യുനെസ്കോ ആണെങ്കിൽ പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻ്റ് ആയിട്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഡിജിറ്റൽ കറൻസി UAEയും സൗദി അറേബ്യയുമായിട്ട്, UAEയിലെ സെൻട്രൽ ബാങ്കും സൗദി അറേബ്യയുമായി ചേർന്ന് ഡിജിറ്റൽ കറൻസി പുറത്തിറക്കാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. ആ ഡിജിറ്റൽ കറൻസിക്ക് അവരൊരു പേര് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഏബർ. എന്താണ്? ഏബർ എന്നാണ് ഡിജിറ്റൽ കറൻസിയുടെ പേര്. അത് ഉടനെ ലോഞ്ച് ആവും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ട്രെയിനായ ട്രെയിൻ 18 ഒരു പുതിയ പേര് കൂടെ കിട്ടിയിട്ടുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ്. എന്താണ് പേര്? വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നാണ് നമ്മുടെ ട്രെയിൻ 18. എൻജിൻലെസ് ട്രെയിനാണ്. നമ്മളത് വാർത്തകളിലൊക്കെ മുന്നേ തന്നെ ഇടം പിടിച്ചതാണ്. അതിൻ്റെ പുതിയ പേരെന്താണ്? വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇനി ചോദിക്കാൻ ചാൻസുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, അത് എവിടെ നിന്ന് എവിടേക്ക്? ഡൽഹിയിൽ തൊട്ട് വാരണാസി വരെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യനുകളാണ് 2019 ജനുവരി മാസത്തിൽ നടന്ന പ്രധാനപ്പെട്ടതും PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതും. ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനിയുമുണ്ട്. എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേ PSCക്ക് ചോദിക്കാൻ ഉള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം PSC റാങ്ക് മേക്കേഴ്സിൻ്റെ നമ്മളുടെ ഒരു 2019 കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അവരോട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്നും വിടവാങ്ങുന്നു. താങ്ക് യു സോ മച്ച്.